കുറിച്ചാണ് ഞാൻ ഇന്ന് ഗ്രാമറിലെ ഒരു ഭാഗത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രാമർ നമ്മൾ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഭാഷ തെറ്റുകൂടാതെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്രാമർ പഠിച്ചേ മതിയാവൂ. ഏതൊരു ഭാഷയും തെറ്റുകൂടാതെ കൈകാര്യം ചെയ്യാൻ ഗ്രാമർ പഠിച്ചേ മതിയാകൂ. അതുപോലെ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് തെറ്റുകൂടാതെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഗ്രാമർ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ ഗ്രാമർ നമ്മളിങ്ങനെ തുടക്കം മുതലേ വരുവാണെങ്കിൽ സെന്റൻസ് അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങും. അപ്പോൾ അതൊന്നും നമുക്കിപ്പോൾ പഠിച്ചു വരാൻ പ്രയാസകരമായ സമയം ചുരുക്കമുണ്ട്. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ നമുക്ക് പരീക്ഷയ്ക്ക് പ്രധാനമായി ചോദിക്കുന്ന ചില ഭാഗങ്ങളാണ് റിപ്പോർട്ട് സ്പീച്ച്, അതുപോലെ തന്നെ പാസീവ് വോയിസ് മുതലായവ. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ടെൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ടെൻസിനെ കുറിച്ചാണ് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ടെൻസ് എന്ന് പറഞ്ഞാൽ, ടെൻസ് ഷോസ് ദ ടൈം അറ്റ് വിച്ച് ദ ആക്ഷൻ ഓഫ് ദ വെർബ് ടേക്ക് പ്ലേസ്. ടെൻസ് ഷോസ് ദ ടൈം അറ്റ് വിച്ച് ദ ആക്ഷൻ ഓഫ് ദ വെർബ് ടേക്ക് പ്ലേസ്. ഒരു പ്രവൃത്തി കൊണ്ട് സൂചിപ്പിക്കുന്ന സമയത്തെ. പ്രവൃത്തി നമ്മൾ പല സമയങ്ങളിലാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുണ്ട്, ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തികളുണ്ട്. അതാ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്തെ. അതാ ടെൻസ് ഷോസ് ദ ടൈം അറ്റ് വിച്ച് ദ ആക്ഷൻ ഓഫ് ദ വെർബ് ടേക്ക് പ്ലേസ്. ഒരു പ്രവൃത്തി കൊണ്ട് സൂചിപ്പിക്കുന്ന സമയത്തെ കാലം എന്ന് പറയുന്നു. പ്രധാനമായും 3 ടെൻസുകളാണുള്ളത്. ഒന്ന് പ്രസന്റ് ടെൻസ്, 2 പാസ്റ്റ് ടെൻസ്, 3 ഫ്യൂച്ചർ ടെൻസ്. ഈ ടെൻസുകൾ നമ്മൾ 5ാം ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ള പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഇത് 3 നമുക്ക് അറിയാവുന്നതാ, നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ ഇതിൽ ഓരോ ടെൻസുകൾക്കും 4 ഫോമുകൾ വീതമുണ്ട്. ഈച്ച് ടെൻസ് ഹാസ് 4 ഫോംസ്. ഈച്ച് ടെൻസ് ഹാസ് 4 ഫോംസ്. പ്രസന്റ് ടെൻസ് ഹാസ് 4 ഫോംസ്, പാസ്റ്റ് ടെൻസ് ഹാസ് 4 ഫോംസ്, ആൻഡ് ഫ്യൂച്ചർ tense has 4 forms. First I say the 4 forms of simple present. Present tense. First one, simple present. Then second, present continuous. Then third, present perfect. Then fourth and last, present perfect continuous. Simple present, present continuous, present perfect, and present perfect continuous. First one, simple present. Simple present tense is used to denote habitual actions or to express a fact at the time of speaking. Simple present tense is used to denote habitual actions or to express a fact at the time of speaking. ഹാബിച്വൽ ആക്ഷൻസ്, പതിവായി ചെയ്യുന്ന പ്രവൃത്തികൾ. നമ്മളിപ്പോൾ ദിവസവും പതിവായി ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. അങ്ങനെയുള്ള പ്രവൃത്തികളെ സൂചിപ്പിക്കാനും അല്ലേ, അതുപോലെ തന്നെ നാച്ചുറൽ ട്രൂത്ത്, പ്രകൃതി സത്യങ്ങൾ, അങ്ങനെയുള്ള സത്യങ്ങളെ സൂചിപ്പിക്കാനും സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഹാബിച്വൽ ആക്ഷൻസ് ഓർ ടു എക്സ്പ്രസ് എ ഫാക്ട് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. വർത്തമാനകാലത്തിൽ പതിവായി ചെയ്യുന്ന പ്രവൃത്തികളെയും പ്രപഞ്ച സത്യങ്ങളെയും സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഹാബിച്വൽ ആക്ഷൻസ് ഓർ ടു എക്സ്പ്രസ് എ ഫാക്ട് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. വർത്തമാനകാലത്തിൽ പതിവായി ചെയ്യുന്ന പ്രവൃത്തികളെയും പ്രപഞ്ച സത്യങ്ങളെയും സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇനി ഹൗ ടു ഫോം സിമ്പിൾ പ്രസന്റ്. നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് എങ്ങനെ ഉപയോഗിക്കാം? To form simple present, use V1 form or present form of the verb. To form simple present, use V1 form of the verb or present form of the verb. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉണ്ടാക്കാൻ വെർബുകളുടെ V1 ഫോം അഥവാ പ്രസന്റ് ഫോം ഉപയോഗിച്ചാൽ മതി. ഫോം സബ്ജക്ട് പ്ലസ് V1 form of the verb plus object. Form subject plus V1 form of the verb plus object. Examples: I write a letter. Write, the verb write is in simple present. You read a novel.
read, the verb read is simple present. They play cricket. The verb play is in simple present tense. In simple present tense, if the subjects are third person singular, that is he, she, it, name of persons or thing are third person singular, then the verbs are also singular. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, നെയിം ഓഫ് പേഴ്സൺസ് ഓർ തിങ്സ് ഇവ സബ്ജക്റ്റ് ആയാൽ വെർബുകളും സിംഗുലർ ആയിരിക്കണം. ഇൻ സിമ്പിൾ പ്രസന്റ്, if the subjects are third person singular, if the subjects are third person singular, then the verbs are also singular. Simple present tense-il third person singular subject ആയാൽ വെർബുകളും സിംഗുലർ ആയിരിക്കണം. സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലുള്ള വെർബുകളോടുകൂടി യെസ് ഓർ ഇഎസ് ചേർത്താൽ മതി. ഫോർ എക്സാമ്പിൾ, റൈറ്റ് singular form writes, go singular form goes, play singular form plays. The V1 form of the verb plus es is equal to singular form of the verb. Examples: he goes to school. He go to school is wrong. She sings a song. She sing a song is wrong. The cow eats grass. The cow eat grass is wrong. The sun rises in the east. The rises in the east is simple present. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ചില ടൈം വേർഡുകളുണ്ട്. അതായത് ടെൻസിനെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചില വേർഡുകളുണ്ട്. ദാറ്റ് ഈസ് ടൈം വേർഡ്. ടൈം വേർഡ്സ് ഫോർ സിമ്പിൾ പ്രസന്റ്: usually, generally, frequently, rarely, often, never, always, every day, every week, every month, every year, etc. I say once again, simple present. Simple present tense is used to denote habitual actions or to express a fact at the time of speaking. വർത്തമാനകാലത്തിൽ പതിവായി ചെയ്യുന്ന പ്രവൃത്തികളെയും പ്രപഞ്ച സത്യങ്ങളെയും സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. To form simple present, use V1 form of the verb or present form of the verb. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉണ്ടാക്കാൻ വെർബുകളുടെ V1 ഫോമുകൾ ഉപയോഗിച്ചാൽ മതി. ഫോം സബ്ജക്റ്റ് പ്ലസ് V1 form of the verb plus object. Examples: I write a letter, you read a novel, they play cricket, etc. In simple present tense, if the subjects are third person singular, that is he, she, it, or name of persons or things, then the subjects are then the verbs are also in singular. Examples: he goes to school, she sings a song, the sun rises in the east, the cow gives us milk, etc. Time words: usually, rarely, frequently, occasionally, always, often, every day, every week, every month, every year, etc. Then next and second, present continuous. Continuous means തുടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് an action that is going on at the time of speaking. Present continuous tense is used to describe an action that is going on at the time of speaking. അതായത് വർത്തമാനകാലത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. പ്രസന്റ് continuous tense is used to describe an action
that is going on at the time of speaking. How to form present continuous? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെ ഉണ്ടാക്കാം? കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കാൻ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, കണ്ടിന്യൂസ് ടെൻസിൽ വർബുകളുടെ ING ഫോമുകളെ ഉപയോഗിക്കുകയുള്ളൂ. കണ്ടിന്യൂസ് ടെൻസുകളിൽ വർബുകളുടെ ING ഫോമുകളെ ഉപയോഗിക്കുകയുള്ളൂ. രണ്ട്, കണ്ടിന്യൂസ് ടെൻസിൽ ബിയുടെ ഫോമുകളായ റൂട്ട് വർബായ ബിയുടെ ഫോമുകൾ, ബിയുടെ ഡിഫറെന്റ് ഫോംസ് ഈസ്, ആർ, ആം, was, were, be, being, been. Different forms of be. Is, are, am, was, were, be, being, been are used. In present continuous, the present form of be, is, are, am are used. പ്രസന്റ് കണ്ടിന്യൂസിൽ ബിയുടെ പ്രസന്റ് ഫോമുകളായ ഈസ്, ആർ, ആം ഇവയാണ് ഉപയോഗിക്കുന്നത്. അതായത് ടു ഫോം പ്രസന്റ് കണ്ടിന്യൂസ്, യൂസ് ഈസ്, ആർ, ആം ബിഫോർ ING ഫോം ഓഫ് ദ വെർബ്. ടു ഫോം പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ഈസ്, ആർ, ആം ബിഫോർ ING ഫോം ഓഫ് ദ വെർബ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കാൻ വെർബുകളുടെ ING ഫോമുകൾക്ക് മുന്നിൽ ഈസ്, ആർ, ആം ഇവ ചേർത്താൽ മതി. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കാൻ വെർബുകളുടെ ING ഫോമുകൾക്ക് മുന്നിൽ ഈസ്, ആർ, ആം ഇവ ചേർത്താൽ മതി. ഫോം സബ്ജക്ട് പ്ലസ് ഈസ്, ആർ, ആം പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. സബ്ജക്ട് പ്ലസ് ഈസ്, ആർ, ആം പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഈസ്, ആർ, ആം സബ്ജക്റ്റിന് അനുയോജ്യമായ വേണം ഉപയോഗിക്കാൻ. സിംഗുലർ സബ്ജക്റ്റ് ആയാൽ ഈസ്, പ്ലൂറൽ സബ്ജക്റ്റുകളായാൽ ആറ്, ഐ സബ്ജക്റ്റ് ആയാൽ ആമു. അയാം സിംഗുലർ സബ്ജക്റ്റ് ആയാൽ ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്. പ്ലൂറൽ സബ്ജക്റ്റുകൾ വന്നാൽ ദേ ആർ, വി ആർ, യു ആർ എന്നിങ്ങനെ. ഫോം once again form subject plus is, are, am plus ING form of the verb. Examples: I am writing a letter. You are reading a novel. They are playing cricket. He is going to school. She is singing a song. The sun is rising in the east, etc. ഈ ടൈമിൽ യൂസ് ചെയ്യുന്ന ഈ ടെൻസിൽ യൂസ് ചെയ്യുന്ന ടൈം വേർഡുകൾ അറ്റ് പ്രസന്റ്, നൗ, ജസ്റ്റ്, എക്സെട്ര. അറ്റ് പ്രസന്റ്, സ്റ്റിൽ, നൗ, എക്സെട്ര എന്നിവയാണ് ഈ ടെൻസിൽ ഉപയോഗിക്കുന്ന ടൈം വേർഡുകൾ. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ഐ സേ വൺസ് അഗൈൻ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ that is going on at the time of speaking. Present continuous tense is used to describe an action that is going on at the time of speaking. Present continuous tense ഉണ്ടാക്കാൻ വെർബുകളുടെ ING ഫോമുകൾക്ക് മുന്നിൽ ഈസ്, ആർ, ആം എന്നിവ ഉപയോഗിച്ചാൽ മതി. ഫോം സബ്ജക്ട് പ്ലസ് ഈസ്, ആർ, ആം പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. എക്സാമ്പിൾസ്: I am writing a letter. You are reading a novel. They are playing cricket. He is going to school. She is singing a song. They are playing cricket, etc. മൂന്നാമത്തേത് പ്രസന്റ് പെർഫെക്റ്റ്. Present perfect tense is used to express an action that has just completed. Present perfect tense is used to describe an action that has just completed. അതായത് വർത്തമാനകാലത്തിൽ ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ആയി അഥവാ പൂർത്തിയായി എന്ന് കാണിക്കാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. Present perfect tense is used to describe an action that has just completed. Then next, how to form present perfect? To form present perfect,
use has or have before V3 form of the verb. നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കാൻ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ഇവിടെയും പെർഫെക്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, പെർഫെക്റ്റ് ടെൻസുകളിൽ വെർബുകളുടെ V3 ഫോമുകൾ, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, V3 ഫോമുകൾ അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുകൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ്, ഈ വെർബുകളുടെ V3 ഫോമുകൾക്ക് മുന്നിൽ ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യണം. ഹാസ് ഓർ ഹാവ്, തേർഡ് പേഴ്സൺ സിംഗുലർ ഹി ഷീ ഇറ്റ് മുതല തുടങ്ങിയവയാണെങ്കിൽ ഹാസും, പ്ലൂറൽ സബ്ജക്റ്റുകൾ എന്നാൽ ഹാവും യൂസ് ചെയ്യണം. അതായത് ടു ഫോം പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ഹാസ് ഓർ ഹാവ് ബിഫോർ V3 ഫോം ഓഫ് ദ വെർബ്. വെർബുകളുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ വെർബുകളുടെ V3 ഫോമുകൾക്ക് മുന്നിൽ ഹാസ് ഓർ ഹാവ് ചേർത്താൽ മതി. ഫോം സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. ഐ സേ വൺസ് അഗൈൻ, ദ ഫോം സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. എക്സാമ്പിൾസ്: I have written a letter. You have read a novel. They have played cricket. He has gone to school. She has sung a song. The sun has risen in the east. The sun has risen in the east. Time words: already, just, yet, since. Once again, already, just, yet, since are the time words used in this tense. Then next and fourth, past, present, perfect, continuous tense. Present, perfect, continuous tense. Present perfect continuous tense is used to express an action which began in the past and is going on at the time of speaking. Present perfect continuous tense is used to express an action which began in the past and is still continuing at the time of speaking. അതായത് ഭൂതകാലത്തിൽ തുടങ്ങിയതും കാലത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഭൂതകാലത്തിൽ തുടങ്ങിയതും മുമ്പ് തുടങ്ങിയതും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ബിഗാൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. How to form present perfect continuous tense? To form present perfect continuous tense, use has been or have been before ing form of the verb. To form present perfect continuous, use has been or have been before ing form of the verb. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കാൻ വെർബുകളുടെ ING ഫോമുകൾക്ക് മുന്നിൽ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ ചേർത്താൽ മതി. ഫോം സബ്ജക്ട് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. വൺസ് അഗൈൻ, സബ്ജക്ട് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. എക്സാമ്പിൾസ്: I have been writing a letter. You have been reading a novel. They have been playing cricket. He has been going to school. She has been singing a song. The sun has been rising in the east. Time words in this tense: since and for. Since ഫോറുമാണ് ഈ ടെൻസിൽ യൂസ് ചെയ്യുന്ന ടൈം വേർഡുകൾ. പ്രസന്റ് ടെൻസിന്റെ 4 ഫോമുകളും ആയി. ഇതുപോലെ പാസ്റ്റ് ടെൻസുകൾക്ക് 4 ഫോമുകളുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടരുന്നതായിരിക്കും.